സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും CPIMന്റെ തലമുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ വീടുകളിലും അദ്ദേഹത്തിന്റെ മരുമകനും മുൻ മന്ത്രിയും CPIM നേതാവും ബേപ്പൂർ MLAയുമായ PA മുഹമ്മദ് റിയാസിന്റെ വസതിയിലും ഉൾപ്പെടെ 12 ഇടങ്ങളിലായി ഇന്ന് പുലർച്ചെ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെ നടത്തിയ റെയ്ഡും മൊഴിയെടുക്കലും നൽകുന്ന സൂചന എന്താണ്? കരിമണൽ ഖനന കമ്പനിയായ CMRLലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതി ചേർക്കപ്പെട്ട കേസിൽ EDക്ക് വീണ്ടും ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധിയുടെ തൊട്ട് പിറകെ അതേ ദിവസം തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേന്നത്തെ പുലരിയിൽ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയനും കുടുംബവും താമസിക്കുന്ന വീട്ടിലും ഉൾപ്പെടെയാണ് 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർവ്വസന്നാഹങ്ങളോടെയും പരിശോധന അഥവാ റെയ്ഡ് നടത്തിയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുൻപ് നിയുക്ത മുഖ്യമന്ത്രിയായിരിക്കെ VD സതീശൻ വലിയ സൗഹാർദ്ദപൂർവ്വം കയറി ചെല്ലുകയും പിണറായി വിജയൻ ഇറങ്ങി വന്ന് സ്വീകരിക്കുകയും ചെയ്ത ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ അതേ വാടക വീട്ടിലേക്ക് കൂടിയാണ് ED കടന്നു കയറിയത്. അതായത് ED കയറും മുമ്പേ സന്ദർശനമാണ് എന്ന വ്യാജേന VD അതേ വീട്ടിൽ കയറിയത് ഒരു മുൻകൂർ റെയ്ഡ് ആയിരുന്നുവോ എന്ന് സ്വാഭാവികമായും പരിഹാസത്തോടെയും ചോദിക്കാം. VD സതീശന്റെ വിശ്വവിഖ്യാതമായ പൂക്കിച്ചിരി വാസ്തവത്തിൽ ഒരു ആക്കിച്ചിരിയാണോ? ഇതെല്ലാം സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള ചിരിയായിരുന്നുവോ എന്ന് ചോദിക്കുകയും ചെയ്യാം. ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിലടക്കം ED കയറി നിരങ്ങിയപ്പോൾ അതെല്ലാം BJP കോൺഗ്രസ് ഡീലിന്റെ ഭാഗമാണ് എന്നാരോപിച്ച് CPIM പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം അതിന്റെ സൂചനയാണോ? പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ? പ്രതിപക്ഷ നേതൃപദവി ഒഴിയണമെന്ന് പാർട്ടി പ്രവർത്തകരിലെയും നേതാക്കളിലെയും ഏതെങ്കിലും വിഭാഗം പിണറായി വിജയനോട് ആവശ്യപ്പെടുമോ? അതോ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ മകൾ വീണയിലൂടെ പിണറായിയാണ് കേന്ദ്രവും സംസ്ഥാനവും ലക്ഷ്യമിടുന്നതെങ്കിൽ അത് പാർട്ടിക്കെതിരായിട്ടുള്ള യുദ്ധമായിട്ട് കണ്ട് CPIM ഒറ്റക്കെട്ടായി തെരുവിൽ ഇറങ്ങുമോ? ഇനിയും ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D ബിനോയ് ചേരുന്നു. D ബിനോയ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഒരു ഭാഗത്ത്, ആ പ്രതിഷേധം ഇനിയും അടുത്ത ദിവസങ്ങളിലുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. സംസ്ഥാന വ്യാപകമായിട്ട് അത് പടരുമെന്നുള്ള ഒരു സൂചനയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. മറുഭാഗത്ത് EDയുടെ റെയ്ഡ്, ആ റെയ്ഡ് ഏതൊക്കെ ഉന്നം വെച്ചാണ്, എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് എന്നുള്ളത് തെളിയാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും ഈ റെയ്ഡിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ആ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന തടസ്സങ്ങൾ നീക്കപ്പെട്ടിട്ടുള്ള ഈ രീതിയിൽ അന്വേഷണ പ്രക്രിയയിലേക്ക് മുന്നോട്ട് പോകാമെന്ന് തുറവി നൽകിയ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മറ്റൊരു കാര്യമായിട്ട് വരുന്നത് ഈ സർക്കാർ ഇല്ലാതാവുകയും പുതിയ സർക്കാർ വരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മടിയിൽ കനമില്ല എന്ന് പറയുമ്പോൾ തന്നെ മടിയിൽ അധികാരമുണ്ടായിരുന്നു. മടിയിൽ പണമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ 10 വർഷം മടിയിൽ അധികാരമുണ്ടായിരുന്നത് കൊണ്ട് ചെയ്യാതിരുന്ന കാര്യം ഇപ്പോൾ മടിയിൽ അധികാരമില്ലാത്ത സമയത്ത് ചെയ്യാനുള്ള അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു എന്ന നിലയ്ക്കാണോ കാണേണ്ടത്? MS, ഇന്ന് രാവിലെ മുതലാണ് വ്യാപകമായ തരത്തിലുള്ള പരിശോധന ED തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക പിണറായിയുമായി ബന്ധപ്പെട്ട 2 വീടുകൾ, അതായത് കണ്ണൂരിലെ വീട്ടിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും പരിശോധന നടക്കുന്നു. ഒപ്പം ബംഗളൂരുവിലെ എക്സാലോജിക് കമ്പനിയുടെ ആസ്ഥാനത്ത് പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി 12 ഇടങ്ങളിലാണ് ഒരേ സമയം EDയുടെ പരിശോധന നടക്കുന്നത്. ഇന്നലെയാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. തൊട്ടു പിന്നാലെ തന്നെ അവർ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ആ കമ്പനി രൂപം കൊണ്ടത് മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കാരണം കമ്പനി രജിസ്റ്റർ ചെയ്തത് കമ്പനിയുടെ ആസ്ഥാനം ഇതേ ചൊല്ലിയൊക്കെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഈ എക്സാലോജിക് കമ്പനി 1,72,00,000 രൂപ ചെയ്യാത്ത സേവനത്തിന് കൈപ്പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണവുമായി ഉയർന്നു നിൽക്കുന്നത്. അതായത് 2021 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഇതിൽ നിന്നും ഈ EDക്ക് അവരുടെ ഒരു അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ലഭിച്ചിരിക്കുന്നത്. പക്ഷേ എക്സാലോജിക്ക് കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ആ എക്സാലോജിക് കമ്പനി വീണ തൈക്കണ്ടിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകളാണ്. അവരന്ന് ഈ കമ്പനി തുടങ്ങുമ്പോൾ CMRലുമായിട്ടൊരു ധാരണയുണ്ടായിരുന്നു. അവർക്ക്
സേവനം, ഡിജിറ്റൽ സേവനം നൽകാം എന്നുള്ളതായിരുന്നു ആ ധാരണ. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ സേവനം നൽകിയിട്ടുണ്ട്. ആ സേവനം നൽകിയ തുകയ്ക്ക് നികുതി അടച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്ന രേഖകൾ അവരുടെ കൈവശമുണ്ട് എന്നാണ് വീണ തേക്കണ്ടിയിൽ വാദിക്കുന്നത്. ആ വാദം ഒരു പരിധിവരെ ശരിയാണെന്ന് നിയമപരമായി പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് EDയുടെ കണ്ടെത്തൽ. കാരണം ഇതിൽ ക്രമപരമായ രീതിയിലല്ല പൈസ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആവർത്തി, അതായത് ഒരു വർഷം മുമ്പ് 2025 വീണയെ ED അന്ന് ചോദ്യം ചെയ്തിരുന്നു. SFIO ഉൾപ്പെടെ അവരെ ചോദ്യം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ CMR തന്നെ ഇടപെട്ടുകൊണ്ട് കോടതിക്ക് മുന്നിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന കേസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ കേസിൻ്റെ വാദം പല ആവർത്തി മാറ്റിവെച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു നിർദ്ദേശം തന്നെ ഹൈക്കോടതി നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വലിയ തരത്തിൽ വല്ലാതെ മാറിമറിഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് CPIMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെതിരെയുള്ള ഒരു അന്വേഷണമല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾ, അതായത് തിരുവനന്തപുരത്തെ ഇപ്പോൾ അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മകളുള്ളത്. അവർക്ക് ED സമൻസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അപ്പോൾ നിലവിൽ ED ഏതെങ്കിലും തരത്തിൽ മറ്റൊരു നീക്കം നടത്തുമോ അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതിനുമപ്പുറം ഈ വിഷയം, അതായത് ഒരു രാഷ്ട്രീയ വിഷയമായി, അതായത് BJP കൃത്യമായും CPIMന് എതിരെ നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന് ചൂട്ടുപിടിക്കാൻ ഒപ്പം കോൺഗ്രസും ചേരുന്നു എന്നുള്ളതാണ് CPIMന്റെ ഏറ്റവും വലിയ ആരോപണം. CPIMന്റെ ദേശീയ സെക്രട്ടറി MA ബേബിയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് BJP കേരളത്തിൽ രാഷ്ട്രീയപരമായി CPIMനെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ EDയുടെ പരിശോധനയും ഈ റെയ്ഡും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല ദീപിനോ, ഇത് ഈ രാവിലെ പുലർച്ചെ തന്നെ ഈ റെയ്ഡ് ആരംഭിച്ചതിന് ശേഷം 7 മണി 8 മണി വരെ അല്ലെങ്കിൽ ഒരു 9 മണി വരെയും ഈ രീതിയിലുള്ള പ്രതികരണം CPIM നേതാക്കളിൽ നിന്നുണ്ടായില്ല. പകച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാവുന്ന രീതിയിലാണ് പുലർച്ചെ മുതൽ നടന്നിട്ടുള്ള റെയ്ഡ്. അതിന് മുൻകൂട്ടി ഒരു അറിവോ മറ്റോ ഉണ്ടാവാനും സാധ്യതയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ആ റെയ്ഡ് നടന്നതിൻ്റെ തൊട്ട് പിറകെ തന്നെ ഈ പറയുന്ന ഇടങ്ങളിലെത്തിയിട്ട് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവേണ്ടതായിരുന്നു. അതിനുശേഷം ഒരു 9 മണിക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ ഇത് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഡീലാണ്. രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഹ്വാനം ചെയ്തിരുന്നു. ആ ആഹ്വാനം ശിരസാ വഹിക്കുന്ന രീതിയിലാണ് BJPയും നരേന്ദ്രമോദിയും കോൺഗ്രസും VD സതീശനും ഒക്കെ ഇടപെട്ട് നടത്തിയിരിക്കുന്ന ആ ഒരു കമ്പനിയുടെ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. അതിൻ്റെ ഫലമായിട്ടാണ്, പ്രതികാരം ചെയ്യലാണ് ഈ റെയ്ഡ് എന്നുള്ളതിലേക്ക് പിന്നീടാണ് P ജയരാജൻ അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒക്കെ മറുപടി വന്നിട്ടുള്ളത്. അതിനു മുൻപ് ഇത്തരം ഒരു നീക്കമുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നോ, അതിനുള്ള മുൻകരുതലുകൾ ചെയ്തിരുന്നോ എന്നുള്ളത് ഒരു കേഡർ പാർട്ടിയായിട്ടുള്ള CPIMനെ സംബന്ധിച്ചിട്ട് എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നതെന്ന് അറിയില്ല. മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന വ്യാപകമായിട്ട് ഒരുപക്ഷെ ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ തുടരാൻ സാധ്യതയുള്ള ഈ പ്രതിഷേധം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ഒരു മുന്നണിയുടെ അതിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPIMന്റെ പ്രവർത്തകർ, CPIMന് വോട്ട് ചെയ്ത എത്രയെങ്കിലും ലക്ഷക്കണക്കായിട്ടുള്ള വോട്ടർമാരുണ്ട്. ആ വോട്ടർമാർ സ്വാഭാവികമായിട്ടും അണികളായിട്ടുള്ളവർ തെരുവിലിറങ്ങും. അതിനെ ഗൗരവമായിട്ട് കാണേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും BJPയും കോൺഗ്രസും EDയും എല്ലാം കാണുക. പ്രതിഷേധം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു കേഡർ പാർട്ടിയുടെ അണികൾക്ക്, പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് ലാവ്ലിൻ കേസ് അടക്കമുള്ള കേസുകളൊക്കെ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് കോടതിയുടെ മുമ്പാകെ വന്നപ്പോഴൊക്കെ ആ കേസുകളിൽ നിന്നൊക്കെ അത് പരിഗണനയ്ക്കെടുക്കാത്ത രീതിയിൽ അത് മാറ്റി വെക്കപ്പെടുന്നതിൻ്റെ കാരണമായിട്ട് BJPയും നരേന്ദ്രമോദിയും CPIMും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരായിരുന്നു കോൺഗ്രസ്സുകാർ. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിന് സമാനമായിട്ട് തന്നെയാണ് എക്സാലോജിക്കിന്റെ കാര്യത്തിലും. ആ കേസ് മുന്നോട്ട് പോകാതെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പ്രത്യേക രീതിയിൽ ഇടപെടുന്നു എന്ന് തോന്നിപ്പിക്കുന്നു, എന്നാൽ അതിലൊരു നീക്കുപോക്കൽ ഉണ്ടാവുന്നില്ല എന്ന് പ്രതിപക്ഷം സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അധികാരം നഷ്ടമായതിനു ശേഷം അതിൻ്റെ തൊട്ട് പിറകെ കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നു. ഒരു കോയിൻസിഡൻസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ
മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഡൽഹിയിലേക്ക് പോകുന്നു, അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നു. അമിത്ഷായെ കാണാൻ പോകുന്നു ഇന്ന്. അതിനിടയിൽ ഈ പറയുന്ന രീതിയിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുക, അദ്ദേഹത്തിൻ്റെ മരുമകനെന്ന് കളിയാക്കി പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്ന മുൻ മന്ത്രിയായിട്ടുള്ള ഇപ്പോൾ MLA ആയിട്ടുള്ള PM മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. ഈ റെയ്ഡുകളിലൂടെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. അത് എന്ന് പറയുന്നത് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ഇനി 5 വർഷം കോൺഗ്രസ് ഇവിടെ ഭരിക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ട് ആ ഭരണ പ്രക്രിയ എന്ന് പറയുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള വിത്ത് കൊയ്തെടുക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് CPIM-നെ ആദ്യം ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതായിരിക്കണം പ്രധാനപ്പെട്ട ഒരു കടമ്പ. CPIM കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് തന്നെ ഇല്ല എന്നുള്ളതിലേക്ക് അവർക്ക് ഉറപ്പിക്കുകയും കേരളത്തിൽ എങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്യാം. പിന്നെ അതിനുശേഷമേ കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് മറ്റ് സംസ്ഥാനങ്ങളുടെ തെളിയിക്കപ്പെട്ട മാതൃകയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വ്യാഖ്യാനം ഇതിനൊപ്പം വരികയും ചെയ്യുന്നുണ്ട് ഡി ബിനോയ്. അങ്ങനെ തന്നെ പറയാം. അതായിരുന്നു നേതാക്കന്മാർ കൃത്യമായും ആരോപിച്ചത്. കാരണം കേരളത്തിലെ ഒരു മതപരമായി വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, പ്രതിസന്ധികൾ ഉണ്ടാകാതെ പോകുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം CPIM-ൻ്റെ ഇടപെടലാണ്. അല്ലെങ്കിൽ CPIM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കൃത്യമായി വർഗീയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിലേക്ക് അതിൻ്റെ വർഗീയതയുടെ ഒരു വിത്ത് പാവുക എന്നൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ED റെയ്ഡെന്ന് രാഷ്ട്രീയപരമായി പറഞ്ഞു വെക്കുവാൻ CPIM ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് CPIM-ൻ്റെ ദേശീയ സെക്രട്ടറി MA ബേബിയും ഒപ്പം തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദ മാസ്റ്ററും പറഞ്ഞു വെക്കുന്നത്. ഈ BJP-യെ കൃത്യമായും ആരോപണങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം തന്നെ കൂടെ ചേർത്ത് നിർത്തുവാൻ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ സന്ദർശനവും അവിടെ വെച്ചുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെ ഈ ED റെയ്ഡിന് പിന്നിൽ കാര്യമായിട്ട് അല്ലെങ്കിൽ കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം. എന്നാൽ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ED-യെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ കരുതിക്കൂട്ടി വീണയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിയിരുന്നു. വീണയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ കോടതിയുടെയും നിയമപരമായ പിൻബലത്തിൽ മാത്രമാണ് അവർക്ക് അല്പമൊന്ന് ED-യിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവസരം കിട്ടിയത്. പക്ഷേ നിയമപരമായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കൂടി അനുമതി നൽകിയതോടുകൂടിയാണ് ഇപ്പോൾ വീണ വിജയനിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നത്. കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് സമൻസ് നൽകിക്കൊണ്ടാണ് അവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ കൃത്യമായ രേഖകൾ കൈവശം വെച്ചുകൊണ്ടും ഒപ്പം തന്നെ തെളിവുകൾ കൈവശം വെച്ചുകൊണ്ടുമുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് ED കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ വീടുകളിലെ റെയ്ഡ്, അതാണ് എല്ലാം വലിയ തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ കണ്ണൂരിലെ ഉള്ള വീട്, ആ വീട്ടിൽ വീണയോ അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോ കുടുംബാംഗങ്ങളോ ഒന്നും തന്നെ അവിടെ കാര്യമായി പോകാറില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളകളിൽ എന്തെങ്കിലും പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് ആ വീട്ടിലേക്ക് പോകാറുള്ളത്. അതുപോലെ തന്നെ ഈ മുഹമ്മദ് റിയാസ് ഇപ്പോഴത്തെ MLA ആണ്. അദ്ദേഹം വലുതായിട്ട് കോഴിക്കോട് തങ്ങാറില്ല. അധിക സമയവും തിരുവനന്തപുരത്താണ് തങ്ങുന്നത്. അങ്ങനെ ഈ രാഷ്ട്രീയപരമായി ഒരു നീക്കത്തിന്റെ ഭാഗമായി വിട്ട് വേണം ഇത്തരത്തിൽ ഇവരുടെ അതിൽ നമ്മൾ പെട്ടെന്നൊന്ന് ചേർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ആൾതാമസം ഇല്ലാത്തതെന്ന് പറയപ്പെടുന്ന ആ വീട്ടിന് മുമ്പിലുണ്ടായിരുന്ന ഒരു പോലീസ് ജീപ്പ്, അതിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ആ വീടിന് നൽകുന്ന സുരക്ഷയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ആ പോലീസ് ജീപ്പ് പല കാരണങ്ങൾ മാധ്യമങ്ങളിലൂടെ അടക്കം എടുത്തു കാണിക്കപ്പെടുകയും പിന്നീട് അത് എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ റെയ്ഡ് വരികയും ചെയ്യുന്നു ബിനോയ്. അതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞ 10 വർഷമായി ആ വീടിന് മുന്നിൽ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ജീപ്പ്, അതിന് 10 ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ മാനം ഈ റെയ്ഡിന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം പാർട്ടി ഈ സമീപകാലത്ത് നേരിട്ട വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, അതിനുപരി പരാജയങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ ഏരിയ തലത്തിലും ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ ചോദ്യങ്ങളുടെയും ശരം ഒരാളിലേക്ക് നീളുന്ന ഒരു സാഹചര്യം, അതായത് പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് നീളുന്ന ഒരു സമയം, ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അവരുടെ പരിശോധനയുടെ ഭാഗമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ണൂരിലെയും ഒപ്പം തന്നെ തിരുവനന്തപുരത്തേക്കും വീടുകളിലേക്ക് റെയ്ഡിനെത്തുന്നതും ആ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൃത്യമായി പറയുവാൻ CPIM-ന് കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ
ഈ കോടതിയുടെ അനുമതി ഉണ്ടായിരുന്നിട്ട് ആണ് ഇവർ റെയ്ഡ് നടത്തുന്നതെങ്കിൽ തന്നെയും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ വേണമെങ്കിൽ ഈ വീണയെ അവർക്ക് അവരുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാമായിരുന്നു. കാരണം EDയുടെ തുടർ നടപടികൾ എന്ന് പറയുമ്പോൾ മറ്റ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. അതിൽ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ആദ്യഘട്ടം എന്ന് വേണമെങ്കിൽ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ വീണയെ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിലിനെ അവരുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു പരിശോധനയിലേക്ക് ഇവർ കടന്നത്, അല്ലെങ്കിൽ ED കടന്നതാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലൊക്കെ തന്നെ ED ഇങ്ങനെ കയറി കേന്ദ്രസേനയുടെ പിൻബലത്തോടു കൂടി നടത്തുന്ന ഈ പരിശോധനകൾ, ആ പരിശോധനകൾ വലിയ തരത്തിൽ ഒരു കാര്യവുമില്ലാതെ ദുരുദ്ദേശപരം എന്ന് തന്നെ നേതാക്കന്മാർ വാദിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി കോൺഗ്രസിന് നേരെ ഉയരപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പ്രത്യേകിച്ചും അത് CPMൻ്റെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട്. ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നിലനിൽക്കുന്നത് പോലെ തന്നെ കരിമണൽ കർത്ത എന്ന് പറയുന്ന കർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൈവശത്ത് നിന്നും നികുതി സംബന്ധമായ ചില രേഖകൾ ഹാജരാക്കുന്നത് സംബന്ധിച്ച് നടത്തിയ പരിശോധനകളിൽ ഡയറിയിൽ നിന്ന് കിട്ടിയ ചില 2 അക്ഷരം വരുന്ന ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ആ ചുരുക്കപ്പേരുകൾ വെച്ച് പരിശോധിച്ചപ്പോൾ IK എന്നും KK എന്നും OC എന്നും RC എന്നും PV എന്നും ഒക്കെയുള്ള പേരുകൾ 2 അക്ഷരം വരുന്ന പേരുകളുണ്ടായിരുന്നു. ആ പേരുകളിലേക്കൊന്നും അന്വേഷണം പോകാതെ കൃത്യമായും വീണയിലേക്ക് മാത്രം അന്വേഷണം വരുന്നു. പക്ഷേ ആ പേരുകളിലേക്ക് അന്വേഷണം പോയിരുന്നെങ്കിൽ അത് ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ചിലരിലേക്ക് കൂടി പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ അന്ന് തന്നെ വിമർശനം വരികയും ചെയ്തിരുന്നു. മന്ത്രിമാരാണ് എന്നാണ് CPM ആരോപണമായി ഉന്നയിക്കുന്നത്. 2 പേർ അതിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗങ്ങളാണ്, അവർ മന്ത്രിമാരാണ്. പക്ഷേ അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. അതായത് CPMൻ്റെ ചോദ്യശരം EDക്കെതിരെ മാത്രമല്ല കോൺഗ്രസിനെതിരെ കൂടി തൊടുത്തുവിടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ, പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയും. പക്ഷേ അന്ന് ED ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ച സമയത്ത് ഈ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് പാർട്ടി ഫണ്ടായിട്ട് പൈസ സ്വീകരിച്ചു, അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി ഈ CMRൽ നിന്നും ഒരു പൈസ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. പക്ഷേ വീണയെ സംബന്ധിച്ചിടത്തോളം നൽകാത്ത സേവനത്തിന് പൈസ സ്വീകരിച്ചു എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. അതാണ് ED മറ്റ് ചുരുക്കപ്പേരുകാരെ ഒഴിവാക്കിക്കൊണ്ട് വീണയിലേക്ക് മാത്രം അവരുടെ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നത്. ആ അന്വേഷണത്തിൽ അതിൽ ഒരുവിധ, അല്ലെങ്കിൽ ഈ കേസുമായി ഒരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ആളിൻ്റെ വീട്ടിൽ ഇവർ താമസിക്കുന്ന കാരണത്താൽ ഇപ്പോൾ നടക്കുന്ന പരിശോധന, ആ പരിശോധന എത്ര കണ്ട്, അല്ലെങ്കിൽ അതിന് എത്ര കണ്ട് ന്യായമുണ്ട് എന്നുള്ളതാണ് CPM ചോദിക്കുന്ന ഒരു ചോദ്യം. അതുപോലെ തന്നെയാണ് CPM വളരെ വ്യക്തമായി പറയുന്നുണ്ട്, EDയുടെ ഇത്തരം പരിശോധനകളെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയപരമായി നേരിട്ട് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അങ്ങ് കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധം ഇന്ന് വൈകുന്നേരത്തും ഉണ്ടാകും. ആ വൈകുന്നേരത്തെ പ്രതിഷേധം അത് പന്തം കൊളുത്തിയുള്ള പ്രകടനമായിരിക്കുമെന്ന് ബന്ധപ്പെട്ടിട്ട് അധിക സുരക്ഷ വേണമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. കാരണം സംഘർഷ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ അവർ ഒരു സഹായം തേടിയിരിക്കുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ CPIM പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ഇറങ്ങുന്നു, തെരുവിലിറങ്ങുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. പക്ഷേ അതിന് മുൻപ് വീണ വിജയൻ്റെ അടുത്തേക്ക് ED എത്തിച്ചേരുകയും വീണ വിജയൻ്റെ മൊഴിയെടുക്കുകയും ആ മൊഴിയെടുത്ത് പൂർത്തിയാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നേരത്തെ D. ബിനോയ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് വീണ വിജയനെ വിളിപ്പിച്ചിട്ട് ചോദ്യം ചെയ്യാം. വിളിപ്പിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കലിൽ ഒരു പ്രിപ്പറേഷനുള്ള തയ്യാറെടുപ്പിനുള്ള സാധ്യതയുണ്ടാവും. ആ തയ്യാറെടുപ്പിനുള്ള സാധ്യതയില്ലാത്ത രീതിയിൽ ഉള്ള ഒന്നായിട്ട് ഒറ്റയടിക്ക് എല്ലാം പൂർത്തിയാക്കുന്നു. വീട് റെയ്ഡ് ചെയ്യുന്നു, പരിശോധന നടത്തുന്നു, രേഖകൾ പരിശോധിക്കുന്നു, ഒപ്പം അതിനോടൊപ്പം തന്നെ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പ്രക്രിയ ഒരുപക്ഷെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടാകാം.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് എല്ലാം പൂർത്തിയാക്കി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതായിരിക്കാം ED ഉദ്ദേശിക്കുന്നത്. കാരണം ഇനി അടുത്ത വരുന്ന ഈ 2 ദിവസങ്ങൾ അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾക്ക് വീണയ്ക്കോ അതല്ലെങ്കിൽ തന്നെ CMRNലോ തന്നെ കോടതിയെ സമീപിക്കാനുള്ള അവസരങ്ങൾ ഇല്ല. ആ സമയം കൃത്യമായി നോക്കി മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ 2 ദിവസങ്ങളിൽ കോടതിയിലേക്ക് പോകാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പരിശോധനകൾ നടത്തി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അടുത്ത നടപടിക്രമങ്ങളിലേക്ക് വേഗത്തിൽ കടക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ED പ്രവേശിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു നീക്കത്തിൻ്റെ പിന്നിൽ എന്ന് വ്യക്തവുമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പരിശോധനയ്ക്ക് അത് ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയമാനം ഉയർന്നു പൊങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. കാരണം നമ്മൾ കേരളത്തിലെ ഇതിൽ BJPക്ക് വലിയ തരത്തിൽ അടിവേരുകളില്ല. അങ്ങനെയുള്ള BJP കേരളത്തിൽ വേരുറപ്പിക്കാനും ഒരു കേരളത്തിലെ മുതിർന്ന നേതാവ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന പിണറായി വിജയനിലേക്ക് BJPയുടെ ഒരു നീക്കം, ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് EDയെ കൊണ്ടുള്ള ഈ ചോദ്യം ചെയ്യലും EDയുടെ വ്യാപകമായ പരിശോധനയും എന്ന് തന്നെയാണ് നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിന് രാഷ്ട്രീയപരമായൊരു നീക്കം BJP നടത്തുന്നു, ആ നീക്കത്തിന് കോൺഗ്രസിൻ്റെ പിന്തുണ നൽകുന്നു എന്നാണ് കൃത്യമായും CPM ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം എത്ര കണ്ട് ഇനി വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ട മറ്റൊരു പ്രധാന കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട ചോദ്യം ചെയ്യലും ഏകദേശം പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രം സാധാരണഗതിയിൽ ED എന്ന് പറയുന്ന സംഘം ഒരു ആളെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സമൻസ് നൽകി അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നതിന് പകരം സമൻസ് നൽകി ഈ വ്യക്തി എവിടെയാണോ അവിടെ വെച്ച് ചോദ്യം ചെയ്തു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പോൾ ഇതിനകത്ത് വ്യക്തിപരമായി ആരെങ്കിലും തേജോവധം ചെയ്യുക എന്നൊരു ലക്ഷ്യം ഉണ്ടോ? അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ED പ്രവർത്തിച്ചത് എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. കാരണം ഒരു ബന്ധവുമില്ലാത്ത അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടുകൂടിയാണ് പ്രതിപക്ഷ നേതൃ പദവിയിലേക്ക് പിണറായി വിജയൻ വന്നത് എന്നുള്ള രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ. പ്രതിപക്ഷ നേതാവ് ആരാകും CPIM-ൽ നിന്ന് LDF-ൽ നിന്ന് എന്നുള്ള ചർച്ചകളൊക്കെ നടന്നപ്പോൾ അത് KN ബാലഗോപാലല്ലേ ആകേണ്ടത്? 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയോടുള്ള വിരോധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് പിണറായി മാറി നിൽക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള വാദങ്ങളൊക്കെ വന്നപ്പോൾ ഈ ലാവ്ലിൻ കേസാവട്ടെ, അതേപോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഈ കേസാവട്ടെ, ഇത്തരം കേസുകളിലൊക്കെ പ്രതിരോധത്തിൻ്റെതായ ഒരു ഇടത്ത് നിൽക്കണമെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃ പദവി പിണറായി വിജയന് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള നിലയ്ക്കൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പദവി ഉണ്ടായിരിക്കെ തന്നെ അതൊന്നും വകവയ്ക്കാതെ പിണറായി വിജയൻ്റെ വീടുകളിലേക്ക് നേരെ കയറി ചെന്ന് റെയ്ഡ് നടത്തുകയും മകളെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു തലമാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലൊക്കെ നമ്മൾക്ക് വരേണ്ടതുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ വരും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലടക്കം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കയറി റെയ്ഡ് നടത്തുകയും പരിശോധന നടത്തുകയും മകൾ വീണ വിജയനെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്ത വാർത്തകളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നേരത്തെ ജയലളിത കരുണാനിധി സർക്കാരിനെ താഴെയിറക്കിയിട്ട് മുഖ്യമന്ത്രിയായ സമയത്ത് പാതിരാത്രിക്ക് ശേഷം കരുണാനിധിയുടെ അങ്ങേയറ്റം വാർദ്ധക്യത്തിൽ ഉഴലുകയായിരുന്ന കരുണാനിധിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവിടെ റെയ്ഡ് നടത്തുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങളും കരുണാനിധി കരയുന്ന രീതിയിൽ അലറി വിളിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ ആ രീതിയിലുള്ള ഒന്നല്ല എങ്കിൽ തന്നെയും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റെയ്ഡ് ഒരു വീടിനകത്ത് ചെല്ലുന്നു, വീടുകൾക്കകത്ത് ചെല്ലുന്നു, റെയ്ഡ് നടത്തുന്നു, മൊഴിയെടുക്കുന്നു, രേഖകൾ പരിശോധിക്കുന്നു എന്ന് പറയുന്ന താരതമ്യേന നിയമപരമായിട്ട് തന്നെയുള്ളൊരു അന്വേഷണ പ്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ നടപടിക്രമങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന മറ്റൊരു നടപടിക്രമത്തിൻ്റെ സാധുതയും അവിടെയുണ്ട്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടും എതിർക്കുമെന്ന് പറയുമ്പോൾ മുദ്രാവാക്യം വിളിക്കാം, പ്രതിഷേധിക്കാം. പക്ഷേ നേതാക്കൾ തന്നെ, MP ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ തന്നെ
പിണറായി വിജയൻ്റെ വീടിൻ്റെ മുന്നിൽ വട്ടം കൂടിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരോട് അവിടെ നിന്ന് മാറാൻ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് നിർദ്ദേശം നൽകുന്നു. അതിൻ്റെ അർത്ഥം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർ ആക്രമിക്കപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായാൽ അത് നിയമവ്യവസ്ഥയെ കയ്യിലെടുക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ള വ്യാഖ്യാനം വരാം. അങ്ങനെ ഒരു സാധ്യതയും ഇതിനകത്ത് ഉള്ളതുകൊണ്ട് കരുതലോടുകൂടി വേണം നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും നിയമപരമായി ഇടപെടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സംസ്ഥാന വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തിൻ്റെ രീതി എങ്ങനെയാവണമെന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിലും സംശയമില്ല. എല്ലാ നേതാക്കളും തെരുവിലിറങ്ങുകയുണ്ടായി. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സംശയം ഉണ്ടായിരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എക്സാലോജി കേസാവട്ടെ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് അതുമായി ബന്ധപ്പെട്ട ഉള്ള ഇടപാടുകളുടെ കാര്യത്തിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് സുതാര്യതയോടുകൂടി പാർട്ടി പ്രവർത്തകർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം സംശയത്തിലായിരുന്നു. കണ്ണൂർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവിടെ ഉള്ള രക്തസാക്ഷി ഫണ്ടിൻ്റെ വിനിയോഗക്രമത്തിൻ്റെ പേരിലൊക്കെ പാർട്ടി പ്രവർത്തകരിൽ ഒരു വിഭാഗത്തിന് വലിയ അസംതൃപ്തി ഉണ്ടാവുകയും ആ അസംതൃപ്തി പ്രകടിപ്പിക്കപ്പെടുകയും അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രകടമാവുകയൊക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും പിണറായി വിജയനെതിരെ വലിയൊരു പാർട്ടിക്കകത്ത് ഒരു വിഭാഗത്തിന് വലിയൊരു രോഷം ഉണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ദുരൂഹതയിൽ അതൃപ്തിയുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് ED നടത്തുന്ന ഈ റെയ്ഡിനോട് ഒരു പക്ഷേ അവർക്ക് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമോ എതിർപ്പോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എങ്കിൽ തന്നെയും അവരെ മാറ്റി നിർത്തിയാൽ പോലും തെരുവിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ ഉള്ള അണികളുള്ള പാർട്ടിയാണ് CPM എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വലിയൊരു തിരിച്ചടി നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് തന്നെ അവരുടെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ വീട്ടിലേക്കുള്ള ED റെയ്ഡ്, അതിനുമപ്പുറം ക്യാബിനറ്റ് റാങ്കുള്ള ഒരു നേതാവ്, ഇത്തരത്തിൽ വലിയ അർത്ഥത്തിലൊക്കെ തന്നെ ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ജനസമ്മതിയുടെ കാര്യത്തിലൊക്കെ തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതാവിന് വലിയധികം ബഹുമതിയുള്ളൊരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ ആൾ കൂടിയാണ്. എന്നിരുന്നാൽ തന്നെയും ആ പരാജയം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഒരു കനത്ത തിരിച്ചടി CPMന് നേരിട്ട ഒരു സമയം ആണ്. ഈ സമയത്ത് ED പോലുള്ള ഒരു കേന്ദ്ര ഏജൻസി പിണറായി വിജയൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിനെതിരെ അല്ല അന്വേഷണമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ മകളെ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അവഹേളിക്കുന്നതിന് തുല്യമായ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ CPMൻ്റെ വിലയിരുത്തൽ. മാത്രവുമല്ല അതിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു. ആ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് നടത്തിയിരിക്കുന്ന EDയുടെ ഈ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഒരു രാഷ്ട്രീയപരമായ BJPയുടെ നീക്കമായിട്ട് തന്നെ CPM കാണുന്നു, വിലയിരുത്തപ്പെടുന്നു. അതായത് പലപ്പോഴും പലതരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അനാവശ്യമായി വിനിയോഗിക്കുന്ന തരത്തിൽ ഉള്ള രീതി BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നു. ഒപ്പം അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡൽഹിയിലെ മദ്യ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കെജ്രിവാളിൻ്റെ അറസ്റ്റ്, അതിനുശേഷം അദ്ദേഹത്തെ പല ആവർത്തി ജയിലിലടച്ചത്, ഈ സംഭവത്തിന് ശേഷം കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിൽ ചില അരവിന്ദ് കെജ്രിവാളിനെ മാത്രമല്ല മനീഷ് സിസോദിയെയും കോടതി പൂർണ്ണമായിട്ടും വിട്ടയക്കുന്ന ഒരു അവസ്ഥ വരികയുണ്ടായി. എല്ലാ കാലഘട്ടത്തിലും പ്രതിപക്ഷ നേതാക്കളെയും അല്ലാത്തവരെയും തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് അവരെ കുരുക്കിലാക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു അന്വേഷണ ഏജൻസിയായിട്ട് തരംതാഴ ഒന്നാണ് ED എന്നുള്ള രീതിയിലുള്ള വിശകലനം നാം മറക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ആ ED വ്യക്തിപരമായ ഒരാളിനെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ലാത്ത ഒരു പരിശോധന എന്ന് തന്നെയാണ് പാർട്ടി പറഞ്ഞു വെക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിരോധം തീർക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരം രാഷ്ട്രീയപരമായും അതിനപ്പുറം ദേശീയ തലത്തിൽ BJPക്കെതിരെയും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്താൻ കിട്ടിയ ഒരു അവസരമാണ്. ആ അവസരം കൃത്യമായി CPM വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ പറയുമ്പോഴേക്കും വീണയെ സംബന്ധിച്ചിടത്തോളം വീണ നൽകിയിട്ടുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു പരിശോധന എന്നാണ് EDയിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ആ പരിശോധന പല ആവർത്തി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വീണയെ സംബന്ധിച്ചിടത്തോളം വീണയുടെ അഭിഭാഷകരും പറയുന്നുണ്ട്. കാരണം അവരെ ചെന്നൈയിൽ വിളിച്ചു വരുത്തിയും ഡൽഹിയിലുമൊക്കെ വെച്ച് രണ്ട് പ്രാവശ്യത്തോളം അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തലിലൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയും അവർ നൽകിയിട്ടുള്ള രേഖകളിൽ കൃത്യമായി അവർ സ്വീകരിച്ചിട്ടുള്ള പൈസയ്ക്ക് അതിന് നികുതി നൽകിയിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ നൽകി
തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരു രീതി ഇ ഡിയുടെ ഭാഗത്തുണ്ടാകുന്നു. അതിൻ്റെ പിന്നിൽ വീണ എന്ന് പറയുന്ന വ്യക്തിയല്ല അവരുടെ ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിലേക്കാണ് ഇ ഡിയുടെ നീക്കം. അതിന് വലിയ തരത്തിലുള്ള സഹായം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന സമയത്തും ഈ CPM-ന്റെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് കൃത്യമായി അവർ ഉന്നയിക്കുന്ന ആരോപണവും അതുതന്നെയാണ്. കേരളത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരെ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡിനെ കാണേണ്ടത് എന്ന് തന്നെ അവർ പറയുന്നു. അതിനപ്പുറം ഇവിടെ ഇ ഡിയുടെ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ചർച്ചയാക്കുന്നില്ല. അത് ചർച്ചയാക്കാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഏകപക്ഷീയമായി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയുള്ളൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ നീക്കം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇ ഡി ഉപയോഗിക്കുന്നു. ഇ ഡി ഉപയോഗിച്ച് പല മുതിർന്ന നേതാക്കന്മാരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രീതി ഇ ഡി നടത്തുന്നു. അതാണ് ഇപ്പോൾ ഈ കാണാൻ കഴിയുന്നതെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നതും. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം. ഈ പ്രതിഷേധത്തിലൂടെ വീണ്ടും അങ്ങുമിങ്ങും മാറി നിന്നിരുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വിയോജിപ്പിൻ്റെ സ്വരവുമായി നിന്നിരുന്ന പാർട്ടി അണികളെ ഒപ്പം നിർത്തുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർക്കുണ്ട്. കാരണം അവരുടെ ഏറ്റവും മുതിർന്ന നേതാവിനെതിരെയാണ് ഈ BJP രാഷ്ട്രീയപരമായൊരു നീക്കം നടത്തുന്നത്. അത് പാർട്ടിയെ തകർക്കാനാണ്, ഒപ്പം പാർട്ടിയുടെ നേതൃനിരയെ തകർക്കാനാണെന്നുള്ള കാര്യം കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നത് കൊണ്ട് തന്നെ അതുവഴി അണികളെ കൂടുതൽ വീണ്ടും പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ CPM ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം കൃത്യമായും അതിന് ഉത്തരം നൽകേണ്ടത് ഇ ഡി തന്നെയാണ്. കാരണം ഈ ചില ചുരുക്കപ്പേരുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ IKയും KKയും RCയും OCയും ഒക്കെ പറയുന്ന ചില ചുരുക്കപ്പേരുകൾ, PB ഉൾപ്പെടെയുള്ള ചില ചുരുക്കപ്പേരുകളുണ്ട്. ആ ചുരുക്കപ്പേരുകളിലേക്ക് അന്വേഷണം എന്തുകൊണ്ട് പോകുന്നില്ല എന്നൊരു ചോദ്യം അത് കൃത്യമായും CPM ഉന്നയിക്കുന്നുണ്ട്. അതിലെ രാഷ്ട്രീയം വ്യക്തമായി അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇത്ര കണ്ട് ശക്തി ആർജിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും ശക്തി ആർജിച്ച് മുന്നോട്ട് വരുന്നത്. കാരണം മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വൈക്കം വിശ്വൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും ഒരേപോലെ ഒരേ സ്വരത്തിൽ ഈ റെയ്ഡിനെ അല്ലെങ്കിൽ ഈ പരിശോധനയെ, പ്രത്യേകിച്ചും പിണറായിയുടെ വീട്ടിൽ നടത്തുന്ന ഈ പരിശോധനയെ കൃത്യമായും എതിർക്കുന്നു. അതിൽ വിശ്വാസ്യതയില്ല എന്ന തരത്തിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ആ വിശ്വാസ്യതയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വലിയ യജ്ഞമൊന്നും വേണ്ടി വരില്ല. പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരിക്കെ ആണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി നോട്ടമിടുകയും ആ നോട്ടം ഇട്ട് കൃത്യമായിട്ട് പദ്ധതികളോടുകൂടി ജയിലിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകൾ മുഴുവനും അസുഖബാധിതനായിട്ട് കിടന്ന വ്യക്തിയെ ജയിൽ മുറിക്കകത്തേക്ക് എത്തിക്കുകയും എന്നാൽ പിന്നീട് കോടതി ഇടപെട്ടിട്ട് മോചിപ്പിക്കുകയും കുറ്റക്കാരനല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ നഷ്ടപ്പെട്ട രാഷ്ട്രീയ ദിനങ്ങൾ എവിടെ പോയി എന്നുള്ളതിന് ഒരു ഉത്തരവുമില്ല, ഒരു പരിഹാരവും ഇന്ത്യൻ അവസ്ഥയിലില്ല. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ CPM നേതാക്കളെയും ഈ രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ജയിലിലേക്കാക്കുകയും ആ നേതാക്കൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് പാർട്ടി വീണ്ടും ദുർബലമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഇപ്പോൾ എല്ലാ പാർട്ടി നേതാക്കളും ഒരുമിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്നത് എങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ആ എതിർപ്പും പ്രകടനവും ശക്തി പ്രാപിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതേസമയത്ത് ഈ നിമിഷം വരെയും സമൻസ് നേരിട്ട് നൽകി ചോദ്യം ചെയ്യുക, മൊഴിയെടുക്കുക എന്നീ പ്രക്രിയയിലൂടെ പോകുന്ന ഇ ഡി അതിൻ്റെ നിയമ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായിട്ട് വായിച്ചെടുക്കുമ്പോൾ തന്നെ ഇ ഡി അവരുടെ ദൗത്യം ചെയ്യുന്നു, അതിനെന്തിനാണ് തടസ്സം നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വന്നേക്കാം. മറുഭാഗത്ത് തങ്ങളുടെ പാർട്ടിയെ പിണറായി വിജയൻ ലക്ഷ്യമാക്കുന്നതിലൂടെ പാർട്ടിയെ ലക്ഷ്യമാക്കുന്നു, അതിനെ തുടച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, അതിനെ ഞങ്ങൾ നിൽക്കുകയില്ല എന്നൊക്കെ പറയുകയും ചെയ്യാം. ഇങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒന്നിലേക്കാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തര രാഷ്ട്രീയം എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും, അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും സംസ്ഥാന പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് DGPയിൽ നിന്ന് കിട്ടിയ മറുപടി. മാത്രവുമല്ല, കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണവുമായി സഹകരിച്ചു പോകേണ്ട ചുമതല ആരാണോ ആരോപണ വിധേയരായത് അവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. അതിനെ എതിർക്കുന്ന രീതിയോട് അല്ലെങ്കിൽ ആ ശ്രമങ്ങളോട് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള നിലപാട് രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കി. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഒരു ഡീൽ എന്ന് പറയുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ നേതാക്കന്മാർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഡീൽ എന്ന് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഡീൽ കേട്ടിരുന്നെങ്കിൽ അപ്പോൾ ഇത്തവണ വീണ്ടും ആ ഡീൽ എത്തിയിരിക്കുന്നു. ആ ഡീലിൽ കൃത്യമായി പറയുന്നത് BJP കോൺഗ്രസ് കൂട്ടായ്മയുടെ ഒരു ഡീലാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണമെന്ന്. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ ശ്രമിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. കാരണം അത്തരത്തിലൊരു ഡീലിൻ്റെ കാര്യമല്ല. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നതാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു രീതിയാണ്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന അന്വേഷണ ഏജൻസികൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ തന്നെയും എന്നാൽ EDയെ തള്ളിപ്പറയുവാൻ K. മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ തയ്യാറായിരിക്കുന്നു. കോൺഗ്രസ് നേതാവാണ്, മന്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് ED എന്ന് പറയുന്നത് അവരുടെ നീക്കങ്ങൾ അത്ര കണ്ട് അംഗീകരിക്കാനാവില്ല.